Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Good evening. മുബീന എന്ത് പറ്റി 2 ദിവസമായല്ലോ കണ്ടിട്ട്, കഴിഞ്ഞ വീക്ക് കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. അത് ഹസ്ബൻഡിന്റെ കൈക്കൊരു ഫ്രാക്ചർ പറ്റിയിട്ടേ സർജറി കഴിഞ്ഞിരിക്കുക. അപ്പം കുറച്ച് തിരക്കായി. ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം വേദന ഉണ്ട്. വലത്തെ കൈയിന്റെ ഒരു വിരലിന് 2 പൊട്ടുണ്ട്. ഫുട്ബോൾ തട്ടിയതാ. ആണോ? ഓ ഓ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല കൈ കൊണ്ട്. ചെറിയൊരു കുട്ടിയില്ല. അപ്പം ഭയങ്കര ക്ലാസ് കേൾക്കാനും പറ്റില്ല. അത് തിരക്കായി പോയി. റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ടായിരുന്നു അപ്പൊ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡ് റൈറ്റിംഗ് ആയിരുന്നു ചെയ്യിപ്പിച്ചത് കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, ma'am. അപ്പൊ നമ്മള് പ്രീവിയസ് ക്ലാസ്സിൽ ബട്ടണിങ് ഫ്രെയിംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എഴുതേണ്ടത് കെയർ ഓഫ് എൻവയോൺമെന്റ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് നിങ്ങൾ അത് എഴുതിയെടുക്കുക കേട്ടോ. വായിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? മാം ബട്ടണിങ് ഫ്രെയിംസ് കഴിഞ്ഞിട്ടല്ലേ? ബട്ടണിങ് ഫ്രെയിംസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. എഴുതിയെടുത്തോളൂ കേട്ടോ, ഞാൻ പറയാം. എന്തെങ്കിലും സ്പെല്ലിംഗ് എററോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ എഴുതുക, ഹെഡിങ് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹെഡിങ് കൊടുക്കുക കെയർ ഓഫ് എൻവയോൺമെന്റ്. കെയർ ഓഫ് എൻവയോൺമെന്റ്. A person taking care of himself and others. Himself and others. A person taking care of himself and others. മാം ഇത് ബട്ടണിങ് ഫ്രെയിം കഴിഞ്ഞിട്ട് അടുത്തതാണോ? അടുത്തതാണ് കേട്ടോ, കെയർ ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, ബട്ടണിങ് ഫ്രെയിം നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഓക്കെ. A person taking care of himself and others definitely have the commitment. To his surroundings also. The next line ആയിട്ട് എഴുതുക. When after waking up from the bed, ഒരു കോമ ഇടാം. Switch off the electrical appliances. If any are working. Cleaning the room and surroundings. Then ഒരു full stop ഇടാം. He has to use the electrical power. And water sources carefully.
He has to do planting. He has to do planting, watering, and weeding. Weeding എന്ന് പറഞ്ഞാൽ എന്താണ്? കള പറിക്കുക എന്ന് പറയുക കേട്ടോ. കള പറിച്ച് കളയുക. ഗാർഡനിലൊക്കെ നമ്മള് ചെടികളൊക്കെ നിൽക്കുന്നിടത്ത് ചെയ്യാറില്ലേ? That is weeding properly. He has to do planting, watering, and weeding properly. Then next line, don't use pesticides. Don't use pesticides which will harm the soil. Which will harm the soil. Then I'll full stop ഇടാം. If he has any pets, if he has any pets, look after them carefully. Look after them carefully. ഒരു full stop ഇടാം. Clean their shelter regularly. Clean their shelter regularly. The next sentence, don't pluck the flower. Don't pluck the flower. Then അടുത്തത് full stop ഇട്ടിട്ട് എഴുതാം കേട്ടോ. Don't tease and harm the animals. Don't tease and harm the animals. Keep all the water sources. Keep all the water sources neat and clean. Pluck the flower എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലക്ക് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പ്ലക്ക്. ടീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കരുതെന്നാണ് കേട്ടോ. കളിയാക്കുക എന്നാണ് ടീസിന്റെ മീനിങ് വരിക. ഓക്കെ. Keep all the water sources neat and clean. Don't litter or spit outside. Always keep the things in proper place. In proper place. എന്താണ് അവിടെ പറയുന്നത്? അതായത് സാധനങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ, അതായത് ഔട്ട്സൈഡ്, അതായത് വീടിന്റെ പരിസരത്തൊന്നും തുപ്പാനായിട്ടൊന്നും പാടുള്ളതല്ല എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ലിറ്റർ മീൻസ് വലിച്ചെറിയുക, സ്പിറ്റ് മീൻസ് തുപ്പുക. ഓക്കെ. Always keep the things in proper place എഴുതി. Then don't throw waste here and there. And don't throw waste here and there. Then full stop ഇടാം. Always put the garbage. Always put the garbage in the dustbin. In the dustbin. Then next, take only enough food and not waste food. Not waste food. Use nature friendly things. Use
nature friendly things, harvest the water. Harvest the water. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. ഹാർവെസ്റ്റ് ദ വാട്ടർ എന്ന് പറഞ്ഞാല് വെള്ളം ശേഖരിക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് ഹാർവെസ്റ്റ് ദ വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഫിനിഷ് ചെയ്തോ? എത്ര പേര് ഇനി എഴുതി തീർക്കാനുണ്ട്? ഞാനുണ്ട് മാം, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ. ഓക്കെ, മാറ്റിക്കോട്ടെ. കഴിഞ്ഞോ? ബാക്കിയുള്ളവരുടെയൊക്കെ കഴിഞ്ഞോ? മുബീന കഴിഞ്ഞോ? ഹിമ കഴിഞ്ഞു മാം.
കഴിഞ്ഞു. ഓക്കെ. അനീജ ഒന്ന് പറഞ്ഞ മോളെ, ഇതിനകത്ത് എന്താ പറയുന്നേ? എൻവയോൺമെന്റിനെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറയുന്നേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അറിയാൻ പ്രശ്നമില്ല അല്ലേ? യെസ് മാം. ആ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. കെയർ ഓഫ് എൻവയോൺമെന്റ്, നമ്മൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയാവുമ്പോൾ എന്തായാലും നമ്മൾ ജീവിക്കണം ചുറ്റുപാടിനെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. അത് നമ്മള് വെൻ ആഫ്റ്റർ വേക്കിംഗ് അപ്പ്, നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ഫാന് നമ്മൾ ഓഫ് ചെയ്യണം. ഇലക്ട്രിക്കൽ വർക്ക്സ് എപ്പോഴും വർക്ക് ചെയ്താലും നമ്മൾ തന്നെയാണ് ബില്ല് പേ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് സംരക്ഷിക്കണം. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് ഉടനടി അത് ഓഫ് ചെയ്യണം. വേറെ ഏതെങ്കിലും വീട്ടിലിപ്പോ വേറെ ആരിട്ടതായാലും നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ കിടക്കണ ചുറ്റുപാട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മളെ റൂം എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്യണ വാട്ടർ സോഴ്സ് ആയാലും നമ്മൾ അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഉപയോഗിക്കണം, പാഴാക്കി കളയരുത് ഒരിക്കലും. പിന്നെ നമ്മള് ചുറ്റുപാടിനെ എന്ന് പറഞ്ഞാൽ നമ്മള് ചെടികളെയും നമ്മള് ചുറ്റുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ സംരക്ഷിക്കണം. നമ്മളോടൊപ്പം തന്നെ അവരെയും നമ്മൾ സംരക്ഷിക്കണം. പിന്നെ നമ്മള് മണ്ണില് മറ്റ് പെസ്റ്റിസൈഡ്സ് ഒന്നും അതിന് ഹാർംഫുൾ ആയതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നന്നായി കെയർ ചെയ്യണം. അവർക്കൊക്കെ അസുഖങ്ങൾ വരാൻ വേഗം എളുപ്പമാണ് അവരുടെ ഇതിന്. അപ്പൊ നമ്മൾ അവരെ എപ്പോഴും അവര് ജീവിക്കുന്ന ചുറ്റുപാട് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. അവര് താമസിക്കുന്ന സ്ഥലം നമ്മൾ സ്ഥിരമായി അത് വൃത്തിയാക്കി ഇടണം. അല്ലെങ്കിൽ അവരെ രോഗങ്ങൾ മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. മൃഗങ്ങളുടെ രോഗങ്ങൾ വേഗം മനുഷ്യരിലേക്കും എത്തും. അവർക്ക് ഭക്ഷണം നല്ല കെയർഫുൾ ആയിട്ട് കൊടുക്കണം. പ്ലാന്റ്സിനെ ആയാലും നമ്മൾ സ്ഥിരം എന്നും അവരെ പരിപാലിക്കണം. എന്നും വെള്ളം ഒഴിച്ച് അതിനെ ശുശ്രൂഷിക്കണം. നമ്മള് ചെടികളെ ഇങ്ങനെ വലിച്ചെറിയുകയോ ചെടികൾ പറിച്ച് അതിനെ പൂക്കളെ വലിച്ചെറിയുകയോ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ അതിന്റെ വല്ല ഭാഗങ്ങൾ നമ്മൾ നിലത്തിട്ട് അത് വല്ല വിഷം അടിച്ച് വല്ല ചെടികളൊക്കെ നമ്മൾ പറിച്ചിട്ട് കഴിഞ്ഞാൽ അനിമൽസ് ഒക്കെ അത് വന്ന് നക്കി നോക്കാനും അങ്ങനത്തെ ഇതുകളൊക്കെ കൂടുതലാണ്. പിന്നെ നമ്മളെ വേസ്റ്റുകൾ ഒരിക്കലും വലിച്ചെറിയരുത്. അതൊരു ഗാർബേജിലാക്കി ഡസ്റ്റ്ബിന്നിലാക്കി സൂക്ഷിക്കണം. ഒരിക്കലും പുറത്തേക്ക് നമ്മളെ ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് നമ്മൾ ഒന്നും വലിച്ചെറിയാൻ പാടില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം ഒരിക്കലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഒന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയരുത്. പിന്നെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മുടേതായിട്ട് തന്നെ കാണുക. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മളെ സറൗണ്ടിങ്സിനെ കാണുക. പിന്നെ വെള്ളം നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. വെള്ളം നമ്മൾ ശേഖരിച്ച് വെക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു അനീജ. താങ്ക് യു മാം. അടുത്തത് എഴുതാം കേട്ടോ. തേർഡ് വൺ ആണ് ഗ്രേസ് ആൻഡ് കേർട്ടസി. ഗ്രേസ് ആൻഡ് കേർട്ടസി. എഴുതി തുടങ്ങാം കേട്ടോ. He will be thankful. He will be thankful to all his fellow beings. To all his fellow beings. He will be thankful to all his fellow beings. He will learn all the manners. He will learn all the manners. Respect. Discipline and obedience from his personal life. Obedience from his personal life. ഇങ്ങോട്ട് വായിക്കാം കേട്ടോ.
He will be thankful to all his fellow beings. He will learn all the manners, respect, discipline, and obedience from his personal life. By caring himself, ഒരു കോമ ഉണ്ട് അവിടെ. Others and the environment he will become an unique person who bears grace. PEARS ആണ് കേട്ടോ. All the qualities he achieved from his sound surroundings. Thus, he will express his gratitude towards others in a well-behaved manner. ബിയേഴ്സ് എന്ന് പറയുന്നത് കൃപ എന്നാണ് കേട്ടോ. കൃപ എന്ന് പറയും മലയാളത്തില്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. ഓക്കെ. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ കടപ്പാട്. ഡിസിപ്ലിൻ എന്താ പറയാ ചിട്ട. മാനേഴ്സ് മര്യാദകള്. റെസ്പെക്ട് ബഹുമാനം. കുറച്ച് വേർഡുകൾ ഉണ്ട് അതിനകത്ത് വരുന്നുണ്ട്. മാം ഇത് 3 പ്രാക്ടിക്കൽ ലൈഫ് ഏരിയാസിന്റെ ആണോ എഴുതുന്നത്? അതെ. ഇല്ല, കെയർ ഓഫ് പേഴ്സൺ എഴുതിയിട്ടുണ്ടായിരുന്നോ? കെയർ ഓഫ് പേഴ്സൺ എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. ആണോ? അത് ഞാന് കണ്ടില്ല. അയ്യോ, അത് റഫായിട്ട് എഴുതാനായിട്ട് ഞാൻ പറഞ്ഞത്. റഫായിട്ട് എഴുതിയിട്ട് നിങ്ങള് പിന്നീട് കോപ്പി ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വരികയാണെങ്കിലോ. ഇതിപ്പോ കാണുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നില്ല. അത് ബട്ടണിങ് ഫ്രെയിംസ്, അങ്ങനെ ഫ്രെയിംസ് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ കണ്ടു. അല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 പേരുടെ ബട്ടണിങ് ഫ്രെയിംസ് കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ ഒന്നുകൂടി കാണിച്ചു കൊടുത്തു. ഇന്നലല്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ആണ് മോളെ എഴുതിയത്? ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഇതുവരെ എഴുതിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ക്ലാസ്സിലത്തേത് കാണുന്നുണ്ടല്ലോ മുബീന?
ഒന്ന് താഴോട്ട് നോക്കൂ മാം. താഴോട്ടോ? ജസ്റ്റ് ഒന്ന്. ഓക്കെ 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 ആ ഓക്കെ, മതിയോ? ഓക്കെ ഓക്കെ. ഇനി അടുത്തത് എടുത്തോളൂ. ആ മതിയോ? ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ ബട്ടണിങ് ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. അതൊന്ന് കുറച്ച് താഴ്ത്തോ മാം. ആ ഓക്കെ. ഇത് മതിയോ? ഓക്കെ. ഇനി അടുത്ത് കുറച്ച്. ഓക്കെ. ഒന്നും കൂടെ താഴ്ത്ത്. മതിയോ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഇനി ഇല്ല, ഇനി തന്നെയാണ് കേട്ടോ. താങ്ക് യു പറഞ്ഞു മാം. കൊടുത്തോണ്ട് കൊറേ വൈകി. അന്നത്തെ ക്ലാസ്സിൽ അധികം ഇങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. എന്താ മൊബൈൽ ഇതിനകത്ത് പറയുന്നത്? ഗ്രേസ് ആൻഡ് കേർട്ടസിയിൽ വരുന്ന എന്തൊക്കെയാന്ന് പറഞ്ഞേ. ഹി വിൽ ബി താങ്ക്ഫുൾ ടു ആൾ ഹിസ് ഫെല്ലോ ബീങ്സ്. നമ്മളെല്ലാരോടും നന്ദി കാണിക്കണം. അതുപോലെ മറ്റുള്ളവരോട് പെരുമാറാനും ബഹുമാനിക്കാന്, അച്ചടക്കം, അതുപോലെ അനുസരണ, അതെല്ലാം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വേണം. അതുപോലെ സ്വന്തമായിട്ട് കെയറിങ്, അതുപോലെ മറ്റുള്ളവരോടും, അതുപോലെ എൻവയോൺമെന്റ് കെയർ ചെയ്യാന്, അങ്ങനെ ഒരു യുണീക്ക് ആയ ഒരു പേഴ്സൺ ആയിരിക്കണം എന്ന്. അതുപോലെ നമ്മളെല്ലാ ക്വാളിറ്റീസും നമുക്ക് കിട്ടുന്നത് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെയാണ്. നമ്മളെല്ലാ ക്വാളിറ്റീസും അച്ചീവ് ചെയ്യുന്നത്. Thus he will express his gratitude towards others in a well behaved manner. അതുകൊണ്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം. എന്താണ്, അതായത് എല്ലാവരോടും എന്താണ് താങ്ക്ഫുൾ ആയിരിക്കുക അല്ലെ. അതായത് മറ്റുള്ളവരോട്, അവനവനോട് മാത്രമല്ല മറ്റുള്ള വെൽബീയിങ്സിനോട് എന്ത് ചെയ്യുക? താങ്ക്ഫുൾ, നന്ദിയുള്ളവരായിട്ടിരിക്കുക. അതാണ് ഗ്രേസ് ആൻഡ് കോർട്ടസിയിൽ വരുന്ന ആദ്യത്തെ പോയിന്റ്. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? മാനേഴ്സിനെ കുറിച്ച് പഠിക്കും അല്ലെ, മര്യാദകൾ പഠിക്കും. അതുപോലെ തന്നെ അതിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ബഹുമാനം, റെസ്പെക്ട്, ഡിസിപ്ലിൻ, ചിട്ട, അതുപോലെ ഒബീഡിയൻസ്, മറ്റുള്ളവരോട് കടപ്പാട്. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ അവനവനെ തന്നെ കെയർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ കെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ദെൻ എന്താ പറയാ, ഈ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള പേഴ്സൺ ആവണമെങ്കിൽ മറ്റുള്ളവരോട് കൃപ ഉണ്ടായിരിക്കുക. കൃപ, ദാറ്റ് ഇസ് ബിയേഴ്സ് കേട്ടോ. കൃപ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മനുഷ്യന് എല്ലാ ക്വാളിറ്റീസും അച്ചീവ് ചെയ്യുന്നത് അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലോടും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉണ്ടായിരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് ഗ്രേസ് ആൻഡ് കർട്ടസി. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് മാറ്റിനെ കുറിച്ചിട്ടാണ്. ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറ്റിന്റെ പ്രത്യേകത എന്താ? മാറ്റ് ഒരാൾ പറഞ്ഞു ഒന്ന്. എന്താണ് മാറ്റിന്റെ സ്പെഷ്യാലിറ്റി? എന്താണ് മാറ്റിന്റെ സ്പെഷ്യാലിറ്റി? എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ടല്ലോ ആക്ടിവിറ്റികൾ കാണിക്കുമ്പോൾ. എന്താ പറഞ്ഞത്? എല്ലാ ആക്ടിവിറ്റിയിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ് മാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മാറ്റ് ഇല്ലാതെ നമുക്ക് ഒരു പരിപാടിയും ഇല്ല, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് മാറ്റിനെ കുറിച്ച് എഴുതാം. ഹെഡിങ് കൊടുക്കാം കേട്ടോ, മാറ്റ്. Mats are needed with all the apparatus. Mats are needed with all the apparatus. The child will get his own working place. He will keep the materials on the mat.
match. He will keep the materials on the mat. Thus, he won't, W-O-N-T. Thus, he won't disturb other people. Thus, he won't disturb other people. So every child will do it in a disciplined manner. Disciplined manner. Thus, they are respecting others. Thus, they are respecting others. He will learn to know. He will learn to know the arrangement and the management of the space. He will learn to know the arrangement and the management of the space. Whatever be the type of the floor, whatever be the type of the floor, it does not affect the apparatus. It does not affect the apparatus. Because if it is a rolling type, if it is a rolling type, it won't roll. It won't roll. Hence, it is kept on a mat. Hence, it is kept on a mat. Folding and unfolding the mat. Folding and unfolding the mat. Will develop his skill. He will discover the knowledge by enjoyment. He will discover the knowledge by enjoyment. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ മാത്സുകളൊക്കെ തന്നെ ആവശ്യമാണ്. അതായത് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിനും ഏതൊരു അപ്പാരറ്റസ് ഉപയോഗിക്കുന്നതിനും നമുക്ക് മാത്സ് വളരെയധികം നീഡ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അതായത് ചൈൽഡിന് അവന്റെ വർക്കിംഗ് സ്പേസ് അറിയാമെങ്കിൽ അവൻ എന്ത് ചെയ്യും? ചൈൽഡിന് ഒരു കുട്ടിക്ക് അവന്റെ വർക്കിംഗ് സ്പേസ് നിശ്ചയമാണെങ്കിൽ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അറിയാമെങ്കിൽ അവൻ ആ മെറ്റീരിയൽസ് ആ മാറ്റിലാണ് സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മാറ്റിലാണ് എന്ത് ചെയ്യുക? മെറ്റീരിയൽസ് ചേർത്ത് വെക്കുക അല്ലെ. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്യുന്നില്ല, അതായത് മറ്റൊരാളുടെയും സഹായം അവന് വേണ്ടി വരുന്ന എല്ലാം സ്വയമേ ചെയ്യാനായിട്ട് അവന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ട്.
ഈ മാറ്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത് എല്ലാനും അവൻ അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അതൊരു സ്പേസിൽ മാനേജ് ചെയ്ത് വെക്കേണ്ടതെന്നൊക്കെ ഒരു കുട്ടിക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഫ്ലോർ ആയാലും അത് എന്താ പറയാ, അത് ഒരു അപ്പാരറ്റസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, മാറ്റി വിരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മള് ഈ ഒരു അപ്പാരറ്റസ് വെക്കുക. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഫ്ലോർ ആയിക്കോട്ടെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു റോളിംഗ് ടൈപ്പ് ആണ്. റോളിംഗ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്ത് ഫിക്സ് ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് സമയം അത് ഫോൾഡ് ചെയ്യാം, അൺഫോൾഡ് ചെയ്യാം. ഓക്കെ, കുട്ടിക്ക് അതിന്റെ സ്കില്ലും ഇതിലൂടെ ഡെവലപ്പ് ആവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ നോളജും എൻജോയ്മെന്റും ഇതിലൂടെ ഇംപ്രൂവ് ആവുന്നതാണ്. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ കേട്ടോ. ഹെഡിങ് കൊടുക്കുക കേട്ടോ, സെൻസോറിയൽ അപ്പാരറ്റസ്. In this, five senses are used. IE അതായത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. Are used. Touch, smell. Comma, hear. Comma, taste. And see. In our daily life, we know we can understand some items by touch and some by seeing. Comma, some by smelling. Comma, some by hearing. And some by tasting. So, sensorial apparatus is very important in the development of a child. എഴുതി കഴിഞ്ഞോ? എന്താണ് സെൻസോറിയൽ അപ്പാരറ്റസ്? ജിഷാമിസ് എടുത്തിട്ടില്ലേ ക്ലാസ്സില്? എടുത്തിട്ടുണ്ടോ മുബീന? Yes, ma'am. എന്താണ് സെൻസോറിയൽ അപ്പാരറ്റസ്? ഒന്ന് പറഞ്ഞേ, എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞേ. അത് നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ്. അപ്പൊ നമ്മൾ ടച്ച് ചെയ്തിട്ടും സ്മെൽ ചെയ്തിട്ട് കേട്ടിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ സെൻസോറിയൽ ഓർഗൻസ് ഉപയോഗിച്ചിട്ടാണ് അത് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാ?
ഇപ്പം ഇപ്പോ ക്ലോത്ത് ഇപ്പൊ കോട്ടൺ ക്ലോത്ത് സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പം കണ്ണ് കെട്ടി വെച്ചിട്ട് അത് ടച്ച് ചെയ്ത് നോക്കും. അപ്പം ടച്ചിലൂടെ മനസ്സിലാക്കും അത് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ അങ്ങനെയുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് ടീച്ചറിന്റെ ക്ലാസ്സിൽ എന്താണ് സെൻസോറിയൽ അപ്പാരറ്റസ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലെ. അതായത് നമ്മുടെ സെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ടേസ്റ്റ് ചെയ്യുക, സ്മെല് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ടച്ച് ചെയ്യുക, ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അടുത്തത് നോക്കാം. പിങ്ക് ടവർ കേട്ടോ. പിങ്ക് ടവർ നിങ്ങൾക്ക് കാണണ്ടേ? ടീച്ചർ കാണിച്ചിട്ടുണ്ടോ പിങ്ക് ടവർ? കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ എല്ലാവരും? ഇതിനെയാണ് പിങ്ക് ടവർ എന്ന് പറയാ കേട്ടോ. ഓക്കെ, നമുക്ക് എഴുതാം, പിങ്ക് ടവർ എഴുതാം. It is attractive pink in color. It is attractive pink in color. It consists of 10 wooden cubes. It consists of 10 wooden cubes. The measurement of the cubes, the measurement of the cubes varies from 10 centimeter in the largest to 10 centimeter in the largest to 1 centimeter. 1 centimeter. In the smallest, 1 centimeter in the smallest. Children will get the idea of, children will get the idea of comparing the sizes. Comparing the sizes. They will realize the weight also. They will realize the weight also. Thus their motor skill developed. Thus their motor skill developed. Realize laws and more concept. Realize laws and more concept.
They will learn to taking. They will learn to taking care and handle it properly. They will learn to taking care and handle it properly. They will enjoy by doing repeatedly. They will enjoy by doing repeatedly. Counting skill, counting skill, imaginary skill, imaginary skill, and creativity skill, and creativity skill get improved. Get improved. They will learn ascending order and descending order. They will learn ascending order and descending order. Concentration level increased. Concentration level increased. Idea of a tower will get sown. Idea of a tower will get sown. Skill of planning and balancing will learn. Skill of planning and balancing will learn. Taking care of the things, taking care of the things which have weight, which have weight. Their architectural skills also get improved. Their architectural skills also get improved. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയണോ കേട്ടോ.
ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ആൽഫ കെ ജേക്കബ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്? ആരെങ്കിലും ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തേ, മനസ്സിലായ കാര്യങ്ങള്. എന്താണ് പിങ്ക് ടവർ? പിങ്ക് ടവർ എന്താ? ഇത് ക്യൂബ്സുകൾ ഇങ്ങനെ അടുക്കി വെച്ച് വലിയത് തൊട്ട് ചെറുത് വരെ ഇങ്ങനെ മേലേക്ക് അടുക്കി വെച്ചിട്ടുള്ള ഇതല്ലേ? പിങ്ക് കളറിലുള്ള താഴെയുള്ളത് 10 സെന്റിമീറ്ററിലുള്ള ഒരു ക്യൂബ്, അതിന് മുകളിൽ അതിന് ചെറുത്, അങ്ങനെ മേലെ വന്ന് ഏറ്റവും ചെറുത് 1 സെന്റിമീറ്ററിലുള്ള ക്യൂബ് അത് അടുക്കി വെക്കുന്നതാണ്. അപ്പം കുട്ടികൾക്ക് അതിന്റെ സൈസ് അറിയാനും അതുപോലെ അത് ഇമാജിനറി സ്കിൽ കുട്ടികളുടെ, കാരണം വലുത് വെക്കുക പിന്നെ അതിന്റെ മുകളിൽ ചെറുത് അങ്ങനെ അടുക്കി വെക്കാനുള്ള അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ആവും. അത് അസെൻഡിങ് ഓർഡറിൽ ഇപ്പം ബിഗ് ടു സ്മോൾ അല്ലെങ്കിൽ സ്മോൾ ടു ബിഗ് എന്നുള്ള ഓർഡർ മനസ്സിലാവും കുട്ടികൾക്ക്. അതുപോലെ അതിങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ എന്താണ് കോൺസെൻട്രേഷന്, കാരണം ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച് അങ്ങനെ കോൺസെൻട്രേഷൻ ലെവൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യും. അവരുടെ ആർക്കിടെക്ചർ സ്കില്ല് ഇംപ്രൂവ് ആവും, കാരണം അത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ പറയാ ബിൽഡിങ്ങിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു ഇമാജിനേഷൻ ഉണ്ടാവും ടവർ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിലേക്ക് അവരത് ബിൽഡ് ചെയ്ത് ചിലപ്പോ ആദ്യം ചെറുത് വെക്കും, അപ്പൊ അതിന് മുകളിൽ വലുത് വെക്കുമ്പോ അത് താഴേക്ക് വീഴും. അപ്പൊ വീണ്ടും അവര് അത് ഓർഡർ ആക്കി വെച്ച് ആയിട്ട് വെക്കുവോ അല്ലേ? അളവിനനുസരിച്ചല്ലേ, മെഷർമെന്റിനനുസരിച്ചിട്ടല്ലേ മുബീന? അതെ ആദ്യം അങ്ങനെ ഒന്ന് വെക്കുമ്പോൾ അളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വീണ്ടും അവര് മാറ്റിയിട്ട് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ള വെക്കാനായിട്ട് ശ്രമിക്കില്ലേ? അതെ. ഓക്കെ. അപ്പൊ പിങ്ക് കളറിലാണ് ഈ ഒരു പിങ്ക് ടവർ വരുന്നത് കേട്ടോ. അപ്പോ ഇതിനകത്ത് 10 വുഡൻ ക്യൂബ്സ് ആണ് ഉണ്ടാവുക. 10 വുഡൻ ആയിട്ടുള്ള ക്യൂബ്സ് ഉണ്ടാകും. പിന്നെ ഇതിന്റെ അളവ് വരുന്നതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാല് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഏറ്റവും വലുത് 10 സെന്റിമീറ്ററും ഏറ്റവും ചെറുതിന് 1 സെന്റിമീറ്ററും ആയിരിക്കും വലിപ്പം വരിക. അതുപോലെ തന്നെ ഇതുമൂലം, അതായത് കുട്ടികൾക്ക് ഇത് കമ്പയർ ചെയ്യാനായിട്ട് ഒരു ഐഡിയ കിട്ടും. അതായത് ഏറ്റവും വലുത് ഏതാണ് ചെറുത് ഏതാണെന്നുള്ളൊരു കമ്പാരിസൺ ഒരു മെത്തേഡ് ഇവർക്ക് ഈ ഒരു പിങ്ക് ടവർ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് വുഡൻ പീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ബട്ടൺ ഫ്രെയിംസ് കാണിച്ചു പറഞ്ഞു എല്ലാവരും വുഡൻ പീസ് ആണ്, ക്വാളിറ്റി ഉള്ള വുഡൻ പീസുകളാണ് ഉപയോഗിക്കുക നമ്മുടെ ആക്ടിവിറ്റീസുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പിങ്ക് ടവറും വുഡൻ പീസ് ആയതുകൊണ്ട് വെയിറ്റ് ഉണ്ടാകും. കാരണം ക്യൂബ്സ് ആണല്ലോ, ഓൾറെഡി അതിന് വെയിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റിനെ കുറിച്ച് അവർക്ക് അറിയാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ആകും. അതുപോലെ തന്നെ ലോസ് ആൻഡ് മോർ കൺസെപ്റ്റ്, അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ വെക്കുമ്പോൾ വീണ് പോകും, അത് നമ്മൾ വീണ്ടും അടുക്കി വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അവർക്ക് ക്ലിയർ ആവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടും. പിന്നെ ഇത് അവര് എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക കേട്ടോ. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, വെക്കും വീഴും അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലാണ് നടക്കുക. എന്നാലും അവർക്കത് മടുക്കില്ല, എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കൗണ്ടിങ് സ്കില്ല്, എണ്ണാനുള്ള ആ ഒരു ശേഷി, അത് കൗണ്ടിങ് സ്കില്ല് കൂടുന്നതാണ്. പിന്നെ ഇമാജിനറി സ്കില്ല് കൂടും, അതായത് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇത് വെച്ചാൽ ശരിയാവില്ല, അങ്ങനെയുള്ള ഒരു ഇമാജിനേഷൻ അവിടെ വരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ, ആ ഒരു 2 ഓർഡറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ലേൺ ചെയ്യുന്നുണ്ട്, അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിയ, അതായത് ടവറിന്റെ ഐഡിയ എങ്ങനെയാണെന്ന് അവർക്ക് പിടികിട്ടുന്നുണ്ട്. അതായത് പല പല ബിൽഡിങ്ങുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ടവറിന് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്ങുകൾ ഇങ്ങനെയാകാം പണിയുന്നത്, അങ്ങനെ ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയാണോ അതിനകത്ത് വരുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആ ഒരു ഇതിൽ പിങ്ക് ടവറിന് വരുന്നുണ്ടോ അതൊക്കെ അവര് വളരെയധികം കെയർഫുൾ ആയിട്ടായിരിക്കും കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ
ഇതിലൂടെ അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതായത് ഇങ്ങനെ ചെയ്യുന്ന കുട്ടി പിങ്ക് കവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അതാണ് പിങ്ക് കവറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുവരെ എഴുതിയ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബ്രൗൺ സ്റ്റേഴ്സ് ഉണ്ട്, കോമ്പിനേഷൻ ഓഫ് പിങ്ക് ആൻഡ് ബ്രൗൺ അപ്പാരറ്റസ്, കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതാനുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം. അപ്പോ കോപ്പി ചെയ്ത് റഫായിട്ട് എഴുതുന്നവര് എത്രയും പെട്ടെന്ന്, അതായത് നാളേക്ക് ഇരുന്ന് എന്ത് ചെയ്യുക, പകൽ സമയത്ത് ഇരുന്ന് അത് നിങ്ങളുടെ റെക്കോർഡിലേക്ക് പകർത്താം. നിങ്ങൾ ഇത് ഇവിടെ വരുമ്പോൾ ഇത് കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മുബീനെ കേട്ടോ? ഇത് കൊണ്ടുവരാനുള്ളതാണ് കേട്ടോ, കയ്യിൽ വീട്ടിൽ വെക്കാനുള്ള അല്ല. നിങ്ങൾ 7th ഇവിടെ വരുമ്പോൾ കയ്യിൽ ഉണ്ടായിരിക്കണം. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, എന്നിരുന്നാലും നമുക്ക് കുറച്ചൊന്ന് എഴുതാനായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മൊത്തം പറയുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്.